ഒരു പ്രമേഹ രോഗി പ്രമേഹം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ രാത്രി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, രാത്രി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ സരസ്യ കെ, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. ഇപ്പോൾ പ്രമേഹ രോഗി മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും, അല്ല അതിനനുസരിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടാവും, എന്നിട്ടും എന്തുണ്ട്, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ വേണം ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഷുഗർ ബോർഡർ ലൈനിലുള്ളവർ, അതുപോലെ തന്നെ പ്രീ ഡയബറ്റീസ് ഉള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റിലോട്ടേക്ക് കുറച്ചുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ കറക്റ്റായിട്ട് ഡയറ്റ് എടുക്കുന്ന സമയത്ത് മെഡിക്കേഷൻസ് വരെ സ്റ്റോപ്പ് ചെയ്യേണ്ടൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ ഡയറ്റിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ഫിസിക്കൽ എക്സസൈസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഡയറ്റ് നോക്കാം, എന്തൊക്കെയാണ് കഴിക്കേണ്ടത്. ഒന്നെന്ന് വെച്ചാൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് പച്ചക്കറികളാണ് ധാരാളം കഴിക്കേണ്ടത്. അപ്പോൾ പച്ചക്കറികൾ എന്തുണ്ടോ, ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. ഇതിലിപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. പ്രത്യേകിച്ച് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, മൂസമ്പി, ഓറഞ്ച്, ഇതിലൊക്കെ നാരുകൾ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ ധാരാളം കഴിക്കുക. അതിപ്പോൾ റാഗി കഴിക്കാം, കടല കഴിക്കാം, മുതിര കഴിക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് മട്ടരി. അപ്പോൾ മട്ടരിലൊക്കെ ധാരാളം ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഷുഗർ പേഷ്യൻസ് റൈസ് കഴിക്കുന്ന സമയത്ത് അല്പം എന്താ പറയുക, പോളിഷ്ഡ് ആയിട്ടുള്ള റൈസുകളാണ് മാക്സിമം ഒഴിവാക്കേണ്ടത്. അതായത് വൈറ്റ് റൈസ് ഒഴിവാക്കുക. അപ്പോൾ അതിന് പകരം അല്പം മട്ട അരി ആഡ് ചെയ്യുക. അപ്പോൾ മട്ടരി നിങ്ങൾ എടുക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി എപ്പോഴും ചെക്ക് ചെയ്യണം. അല്ലാതെ ഒരുപാട് ഫൈബർ കൂടിയതാണ് അല്ലെങ്കിൽ ഇത് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്തു എന്ന് വെച്ചിട്ട് അനാവശ്യമായിട്ട് ഒരുപാട് റൈസ് നിങ്ങൾ ഒരിക്കലും കഴിക്കരുത്. ഒരു ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം, ഒരു കപ്പ് എന്നുള്ള രീതിയിൽ എടുക്കുക. പക്ഷേ ഇതിൻ്റെ കൂടെ ധാരാളം ഫൈബർ ആഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ റൈസ് സ്റ്റാർട്ട് ചെയ്യാതെ ആദ്യം ഫൈബർ അടങ്ങിയിട്ടുള്ളത് വേണം സ്റ്റാർട്ടറായിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപ്പേരിയായിട്ട് പയറോ അല്ലെങ്കിൽ അതായത് മുളപ്പിച്ച പയർ നിങ്ങൾക്ക് കഴിക്കാം, തങ്ങ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അതായത് പംകിൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അവര നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അപ്പോൾ ബീൻസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റൈസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ പറയുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അടുത്ത നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. അത് പരിപ്പ്, അതുപോലെ തന്നെ ബീൻസ്. ഇനി വെജിറ്റേറിയൻ കാര്യമാണെങ്കിൽ അതിലോട്ടേക്ക് പനീർ, അതുപോലെ തന്നെ ടോഫു, ഇതൊക്കെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു നോൺ വെജ് ആണെങ്കിൽ നമുക്ക് എഗ്ഗ്, അതുപോലെ തന്നെ ചിക്കൻ്റെയും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫിഷ്, ഇതൊക്കെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഫ്രൈഡ് ആയിട്ടുള്ളത് ഒഴിവാക്കുക. എന്നിട്ട് പകരം എന്ത് ചെയ്യണം, കറി വെച്ചത് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ കാഷ്യൂസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാഷ്യൂസ് എടുക്കുന്ന സമയത്ത് 1 അല്ലെങ്കിൽ 2 അത്രയും നിങ്ങൾ എടുക്കാവും. ആൽമണ്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ ഒലിവ് ഓയിലൊക്കെ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ സലാഡ്സ് രൂപത്തിൽ അതിലോട്ട് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈഡ് എന്ന രൂപം മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വൈറ്റ് പാർട്ട്, എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് കേർഡ്, ബട്ടർ മിൽക്ക്, കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ ലെമൺ ജ്യൂസ്, ഇതൊക്കെ നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കഞ്ഞിവെള്ളം നിങ്ങൾ എടുക്കുന്ന സമയത്ത് പോളിഷ്ഡ് റൈസിൻ്റെ കഞ്ഞിവെള്ളം അല്ല എടുക്കേണ്ടത്, മട്ടരി, നല്ല ഒരു ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മട്ടേരി ഉണ്ടെങ്കിൽ അതിൻ്റെ കഞ്ഞിൻ്റെ വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ട ഭക്ഷണ സമയക്രമം. അതായത് ഒരു പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻ്റ് എപ്പോഴും കറക്റ്റ് സമയത്ത് കഴിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത്. കറക്റ്റായിട്ട് രാവിലെ കഴിക്കുക, അതുപോലെ തന്നെ 11 മണിക്ക് ഒരു മിഡ് സ്നാക്ക് എന്നുള്ള രൂപത്തിൽ അത് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഉച്ചക്കത്തത് കറക്റ്റായിട്ട് കഴിക്കുക, വൈകുന്നേരത്തതും അതുപോലെ തന്നെ രാത്രിയൊക്കെ കറക്റ്റായിട്ട് ഒരു 7 മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ച് കഴിയണം എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിന് മധുരം കൂടിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ മാക്സിമം ഒഴിവാക്കുക. അഥവാ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ 1 അല്ലെങ്കിൽ 2 മാത്രം നിങ്ങൾ എടുക്കാവൂ. അല്ലാത്ത ഭക്ഷണം എന്തുണ്ടോ ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. അതും ഭക്ഷണത്തിന് മുന്നേ വേണം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് വീണ്ടും ഷുഗർ ലെവൽ സ്പൈക്ക് ആവാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ സമയക്രമം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സമയക്രമത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടെ നോക്കണം. ഒരുപാട് നല്ലതാണ് എന്ന് വെച്ചിട്ട് നമ്മൾ അമിതമായി കഴിക്കരുത്. നമ്മൾ കറക്റ്റ് സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഓവർ ഈറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെയാണ് നിങ്ങൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതായത് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മുതിര, അതുപോലെ തന്നെ തവര നിങ്ങൾക്ക് ആഡ് ചെയ്യാം, കടല, പരിപ്പ്. അപ്പോൾ ഇതൊക്കെ ഒരു മുളപ്പിച്ച രൂപത്തിൽ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു രാവിലെയൊക്കെ നിങ്ങൾ എണീക്കുന്ന സമയത്ത് ഉലുവേൻ്റെ വെള്ളം കുടിച്ചിട്ട് എണീക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്കൊരു ഡീടോക്സിഫൈഡ് ഡ്രിങ്ക് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാൻകേക്സ് പോലത്തെ ഒഴിവാക്കുക. അതായത് റെഡിമെയ്ഡ് പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കണം. പിന്നെ പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ്, അതായത് അതുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ, അപ്പം, അതുപോലെ തന്നെ ഇഡ്ഡലി, ഇങ്ങനത്തതെല്ലാം നമ്മൾ ഒഴിവാക്കുക. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേക്ക്. അതുപോലെ തന്നെ ചില ആൾക്കാർ ബേക്കറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഇനി കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾക്കാസ് പോലത്തെ ചപ്പാത്തീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. അതുപോലെ തന്നെ റാഗി നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന സലാഡ്സ് രൂപത്തിൽ നിങ്ങൾക്ക് കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. മുള്ളങ്ങിൻ്റെ സൂപ്പ്, അത് നല്ല രീതിയിൽ തന്നെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ പ്രമേഹ രോഗികൾക്ക് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് ഇഷ്ടമുണ്ടെങ്കിൽ അത് അല്പം നേരം ഒഴിവാക്കിയിട്ട് കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലോട്ടേക്ക് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ സരസ്യ കെ, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ.